ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. കുറേ ദിവസത്തിന് ശേഷമാണ് കേട്ടോ ഒരു ലോങ് വീഡിയോ ഇടുന്നത്. ലോങ് എന്ന് വെച്ചാൽ അധികമൊന്നുമില്ല, 4 മിനിറ്റൊക്കെ ഉള്ളൂ. അപ്പോൾ നമ്മൾ ചോട്ടൂന് ഒരു ബെഡ് മേടിച്ചു. അപ്പോൾ അതാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ബെഡ് മേടിച്ച് കൊണ്ടുവന്നപ്പോൾ തന്നെ അവന് മനസ്സിലായത് അവനുള്ള എന്തോ ആണെന്ന്. അപ്പോൾ തന്നെ ആൾ അതിനകത്ത് കയറി തുറക്കാനുള്ള പരിപാടിയിലാണ്. ഞാനിപ്പോൾ വിചാരിച്ചു ഒരു അൺബോക്സിങ് പോലെ ചെയ്യാം. നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് മേടിച്ചത്. 369 ആ ഒരു റേഞ്ച്, 369-79 ആ ഒരു റേഞ്ചായിരുന്നു. ഞാൻ എക്സാക്റ്റ് ഓർക്കുന്നില്ല. അപ്പോൾ നമ്മളത് അൺബോക്സ് ചെയ്യാൻ പോവാണ്. അപ്പം കൈകൊണ്ട് തുറക്കാൻ നോക്കിയിട്ട് അത് പറ്റുന്നില്ല. അപ്പം ഞാൻ കിച്ചണിലൊരു കത്തി എടുക്കാൻ പോയതാണ്. അപ്പോൾ അവനും എൻ്റെ പുറകെ തന്നെ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് എന്തായാലും തുറന്നു നോക്കാം. അപ്പോൾ എൻ്റെ അൺബോക്സിങ് കണ്ടിട്ട് ആരും അനുകരിക്കരുത്. വളരെ മോശമായിട്ടാണ് ഞാനിത് പൊട്ടിക്കുന്നത്. ആക്ച്വലി ഇത് ചെയ്യുന്ന സമയത്ത് എനിക്ക് അതിൻ്റെ ഒരു ബാഡായിട്ടുള്ള വശം എനിക്ക് മനസ്സിലായില്ല. ഞാൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ എന്താ പറയുക ക്യൂരിയസ് ആയിരിക്കുമായിരുന്നു ഇത് കാണാൻ വേണ്ടിയിട്ട്, കിട്ടാൻ വേണ്ടിയിട്ട്. കാരണം ഇതൊരു 1 വീക്കിൽ കൂടുതലായി ഓർഡർ ചെയ്തിട്ട്. ഞാൻ ഇന്ന് രാവിലെ മുതലേ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക അത് കിട്ടാൻ വേണ്ടി. അപ്പോൾ കിട്ടിയ ഒരു സന്തോഷത്തിലും വെപ്രാളത്തിലും ഞാനത് വലിച്ചിങ്ങനെ കീറുമായിരുന്നു. കത്തി എടുത്തിട്ടാണെങ്കിലും ഒരു വൃത്തിയും മെനയൊന്നും ഇല്ലാണ്ടാണ് ഞാൻ പൊട്ടിക്കുന്നത്. അപ്പോൾ ആരും ഇങ്ങനെ അനുകരിക്കാതിരിക്കുക. പ്രോപ്പറായിട്ട് ഒരു കത്രിക എടുത്തിട്ട് നല്ല വൃത്തിയിലൊക്കെ കട്ട് ചെയ്ത് എടുക്കുക. അതാണ് അതിൻ്റെ ഒരു രീതി. അപ്പോൾ ഇതിനകത്ത് നമുക്ക് പൊട്ടിച്ച് കഴിഞ്ഞപ്പോൾ ഒരു പില്ലോ ഉണ്ട്, ഒരു സ്മോൾ പില്ലോ. നമ്മൾ പിക്കിലൊക്കെ കാണുമ്പോൾ ഭയങ്കര വലിയ പില്ലോ പോലെ നമുക്ക് തോന്നും, പക്ഷേ ഇത് ഭയങ്കര ചെറുതാണ്. എന്നാലും ഇവനിത് മതി. ചോട്ടൂന് ഉള്ളതാണ്. ഷിറ്റ്സു ഡോഗിന് പറ്റിയ ഒരു ബെഡ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പിക്കിൽ കാണുന്ന അത്രയും ഒരു സോഫ ടൈപ്പ് ഒന്നും അല്ല, കുറച്ച് കോംഫി ടൈപ്പാണ്. നല്ല പഞ്ഞിക്കെട്ട് പോലെ ഇരിക്കും. മൊത്തത്തിൽ കട്ടി കുറവുണ്ട്, കുറച്ച് കട്ടി കുറവാണ്. അങ്ങനെ നമുക്ക് ഞാൻ ആദ്യം പിക്കിൽ കണ്ടപ്പോൾ ഒരു ബെഡ് പോലെ കുറച്ച് കട്ടി ഉണ്ടെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇത് കോംഫി ടൈപ്പാണ്. മൊത്തത്തിൽ ഒരു നല്ല പഞ്ഞിപ്പ് ടൈപ്പാണ്. അപ്പം നമുക്കിതൊന്ന് അറേഞ്ച് ചെയ്യാം. ആദ്യം ആ ഒരു പുറമേയുള്ള ആ ഒരു ബേസൻ പോലത്തെ ആ ഒരു പാർട്ട് എടുത്ത് വെച്ചിട്ട് അതിനകത്തൊരു പഞ്ഞിക്കെട്ട് പോലത്തെ ഒരു ബെഡ് ഉണ്ട്, അത് എടുത്ത് വെക്കുക. പിന്നെ അവൻ്റെ പില്ലോയും എടുത്ത് വെച്ചു. നമ്മൾ ഈ സൈഡിലായിരുന്നു അവന് സാധാരണയായിട്ട് അവൻ കളിക്കുന്നതും പോയി കിടക്കുന്നതും ഒക്കെ അവിടെയായിരുന്നു. അവിടെ ഞാൻ എൻ്റെ ഒരു കോംഫി ആയിട്ടുള്ള ഒരു ടീഷർട്ട് അവിടെ ഇട്ടിരുന്നത്. അതിന് മുകളിലാണ് അവൻ്റെ ടോയ്സൊക്കെ വെച്ചിരുന്നത്. അപ്പോൾ ഇത് എടുത്തപ്പോൾ ഞാൻ അവൻ്റെ ടോയ്സും കാര്യങ്ങളൊക്കെ പറക്കി അതിന് സൈഡിലേക്കൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ച് ആൾ നോക്കിയിരിക്കുന്നുണ്ട്. ആൾക്ക് മനസ്സിലായി ആൾക്കുള്ള എന്തോ ആണെന്നുള്ളത് മനസ്സിലായി. എന്നിട്ട് ഞാൻ അവനെ അതിനകത്ത് എടുത്ത് വെച്ചു. ആൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലെന്ന് അറിയാൻ. അപ്പം അതിൻ്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ തന്നെ ഭയങ്കര അട്രാക്റ്റീവ് ആണെന്ന് തോന്നുന്നു. അതിൽ നിന്ന് ഇറങ്ങുന്നുണ്ടായിരുന്നില്ല. സാധാരണ ഞാൻ അവൻ്റെ അടുത്തുനിന്ന് ഒന്ന് മൂവ് ചെയ്ത് അപ്പം തന്നെ തിരിഞ്ഞു നോക്കി എൻ്റെ പിന്നാലെ ഓടുന്ന ആളാണ്. പക്ഷെ ഇത് കിട്ടിയിട്ട് ആൾ അവിടെ തന്നെ ഇരുന്നു എന്നുള്ളതാണ്. ഓക്കെയാണിത്. ഇവൻ കുറച്ചുകൂടി വലുതായാലും ഇത് ഓക്കെയാണ്. അപ്പോൾ ഷിറ്റ്സൂന് പറ്റിയൊരു ബെഡ് തന്നെയാണ് കേട്ടോ. അപ്പോൾ താങ്ക്സ് ടു ഫ്ലിപ്കാർട്ട്. എന്തായാലും കുറേ നാളായിട്ട് ഞാൻ വിചാരിക്കുന്നത്, ഇവനെ കൊണ്ടുവന്നപ്പോൾ തൊട്ടേ എനിക്ക് ഇങ്ങനൊരു ബെഡ് വേണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും എൻ്റെ ആഗ്രഹം സാധിച്ചു. ഞാനിത് കുറേ നാളായിട്ട് ഫ്ലിപ്കാർട്ടിൻ്റെ ഇതിലെടുത്ത് നോക്കാറും ഉണ്ടായിരുന്നു, പക്ഷെ വാങ്ങിക്കാറില്ല. കാരണം ഓൺലൈനിൽ നിന്ന് സാധാരണ പ്രോഡക്റ്റ്സ് ഒക്കെ മേടിക്കുമ്പോൾ എനിക്ക് അത്ര നല്ലതായിട്ട് തോന്നാറില്ല. പക്ഷേ ഇതെന്തായാലും നന്നായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഇതിൽ കാണാൻ പറ്റും അവൻ കിടന്ന് കഴിയുമ്പോൾ ബാക്കി സ്ഥലമുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ടാറ്റാ, ബൈ, ടേക്ക് കെയർ.